ഏറ്റവും പ്രത്യേകത എം.വി. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ PDP ബന്ധത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഈ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കുമെന്നതിൽ തർക്കമില്ല. വി അരുൺ കൂടിയുണ്ട്. രഞ്ജിത്ത് തുടരണം. അരുണ്, എം.വി. ഗോവിന്ദന്റെ വാക്കുകൾ നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കും. ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ വിഷയമാണ്. രാഷ്ട്രീയം ഞങ്ങൾക്കൊപ്പമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുന്ന ആരെയും സ്വീകരിക്കും. PDP ഇടതുപക്ഷത്തിന് ചേരുന്ന രീതിയിലുള്ള രാഷ്ട്രീയം മാറ്റി എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് PDP ബന്ധം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ CPM കണ്ടെത്തുന്ന ഒരു ന്യായം വാദം അങ്ങനെ തന്നെയാവാം. പക്ഷേ ആരെയും സ്വീകരിക്കുമെന്ന നിലപാട് CPMന്റെ ഒരു പൊതു നിലപാടായി മാറുമോ? മറിച്ച് ഇത് എം.വി. ഗോവിന്ദന്റെ നിലപാട് മുന്നണിക്കകത്ത് ഒരുപക്ഷെ വലിയ ചർച്ചകൾക്ക് ഇടവെച്ചേക്കില്ലേ? മറ്റ് മുന്നണി നേതൃത്വങ്ങളും ഇത് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. സഹിത്ത് നിലമ്പൂരിലെ രാഷ്ട്രീയ ശക്തി നോക്കിയാൽ അല്ലെങ്കിൽ ബലാബലം നോക്കിയാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഒക്കെ ആകുമ്പോൾ ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായെങ്കിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന 2 പേരുകൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, അവരുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി, മറ്റൊന്ന് PDP. ഇവരിൽ ആരാണ് വർഗീയത കൂടുതലുള്ള ശക്തി എന്നൊരു തർക്കമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. ഏതായാലും CPMന്റെ നിലപാട്, PDP നേരത്തെ അവരുടെ നിലപാടുകൾ മാറ്റിയവരാണ്. കടുത്ത നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പാർട്ടിയുടെ പ്രത്യേകിച്ച് അവരുടെ നേതാവ് അബ്ദുൽ നാസർ മദനി. പക്ഷേ അതിനുശേഷം അവർ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. 2009 ശേഷമൊക്കെ അവർ അത്ര മതേതര നിലപാട് പലപ്പോഴും പറയുന്നത്, പ്രസംഗിക്കുന്നത്. അവരുടെ നേതാവ് മദനി പോലും നേരത്തെ ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന്, അല്ലെങ്കിൽ നേരത്തെയുള്ള പ്രവൃത്തി തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാട് അവർ മാറ്റി വന്ന പാർട്ടിയാണ്. അവരെ ഇപ്പോഴും വർഗീയ കക്ഷിയെ കാണേണ്ടതില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടി അങ്ങനെയല്ല, മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയും സംഘടനയുമാണ്. അവരെയും ഇവരെയും താരതമ്യം ചെയ്യാൻ, അവരെയും PDPയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു വാദം CPM മുന്നോട്ട് വയ്ക്കുന്നത്. നിലപാട് മാറ്റിയ, വർഗീയ നിലപാട് മാറ്റി മതേതര നിലപാടിൻ്റെ വഴിയിലേക്ക്, മതേതര പാതയിലേക്ക് വന്ന പാർട്ടിയാണ് PDP. അവരെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ തെറ്റുതിരുത്തി ആര് വന്നാലും അവരെ സ്വീകരിക്കാം. അത് തെറ്റില്ല. തെറ്റുതിരുത്തി വരുന്നവരെ സ്വീകരിക്കാൻ തെറ്റില്ല. നേരത്തെ ഇന്ന് രാവിലെ എം സ്വരാജിൻ്റെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദ്യം ചോദിച്ചിരുന്നു. സക്കീർ എന്ന CPM പ്രവർത്തകരെ നേരത്തെ കൊന്ന കേസിലെ മുഴുവൻ പ്രതികളും, 95-ലാണ് സംഭവം ഉണ്ടാകുന്നത്, അതിലെ മുഴുവൻ പ്രതികളും PDPക്കാരാണ്. ആ സക്കീർ എന്ന രക്തസാക്ഷിയെ CPM മറന്നു എന്ന ചോദ്യത്തിന് എം സ്വരാജിൻ്റെ മറുപടിയും വളരെ കൗതുകമുള്ളതായിരുന്നു. 95-ൽ നടന്ന സംഭവമാണ്. ഇപ്പോൾ 2025-ആണ്. ഈ കാലയളവിനിൽ ആ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. സക്കീർ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത്, സക്കീർ നിലകൊണ്ടത് വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ്. അതിനുവേണ്ടിയാണ് സക്കീറിൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നത്. സക്കീറിൻ്റെ അന്നത്തെ രാഷ്ട്രീയം, അതേ ലക്ഷ്യം ശരിയാണെന്ന് ഇപ്പോൾ തെളിയുന്നു. അതായത് PDP പോലും ആ വർഗീയ പാത ഉപേക്ഷിച്ച് മതേതര പാതയിലേക്ക് വന്നു. അതാണ് മാറ്റം. അവിടെയാണ് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ മാറി വരുന്നവരെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് CPMന്റെ വാദം. PDP വോട്ടുകൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ PDP വോട്ടുകൾ വേണ്ടെന്ന് വയ്ക്കില്ല എന്ന നിലപാടിനെ ന്യായീകരിക്കാൻ CPM നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണിതൊക്കെ. അതാണ് കോൺഗ്രസും ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾക്കൊപ്പം കൂടുമ്പോൾ എല്ലാം ശുദ്ധരും, അത് കഴിഞ്ഞാൽ മറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ വർഗീയവാദികൾ എന്ന് പറഞ്ഞ നിലപാട് എന്ത് നിലപാടെന്നാണ് കോൺഗ്രസും ചോദിക്കുന്നത്. ഏതായാലും SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളെ ചുറ്റിയാണ് ഒരു പരിധിവരെ ഹിന്ദു മഹാസഭ. അത് ആ രീതിയിൽ അത്രയധികം ക്ലച്ച് പിടിക്കുന്ന ഒരു വിവാദത്തിലേക്ക് മാറിയിട്ടില്ല. ബാക്കി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് സാമുദായിക സംഘടനകളെയും അവരുടെ വോട്ടിനെയും ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമാണ് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇവരുടെ വോട്ടുകളുടെ ശക്തി എത്രയുണ്ട്, അവരുടെ സംഘടനാ ശേഷി എത്രയുണ്ടെന്നതൊക്കെ വളരെ തുലവും കുറവെന്ന് പറയുമ്പോഴും അവരുടെ ഓരോ വോട്ടും നിർണായകമാണ്. ആരുടെ വോട്ടും വേണ്ടെന്ന് വയ്ക്കാൻ ഈ ഘട്ടത്തിൽ ഇടത് വലത് മുന്നണികൾ തയ്യാറാകില്ല. കാരണം അത്രയധികം ശക്തമായൊരു മത്സരത്തിലേക്ക് PV അൻവർ അപ്പുറത്തുണ്ട്. BJP പൊതുവിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും BJP ഒരു മൂന്നാം കക്ഷിയായി തന്നെ ഇവിടെ ആ മുന്നണിയുണ്ട്. അൻവർ കൂടി വരുമ്പോൾ ചതുഷ്കോണ പോരിലേക്ക് മാറും. ഓരോ വോട്ടും നിർണായകമാണത്. SDPയുടെ വോട്ടായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSൻ്റെയും BJPയുടെയും വോട്ടായാലും നിർണായകമാണ്. ആ ഓരോ വോട്ടും സമാഹരിക്കാനുള്ള, തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ ഒപ്പം നിർത്താനുള്ള, അവരുടെ മുൻകാലങ്ങളെയൊക്കെ മറന്നുകൊണ്ട് വെള്ളപൂശി അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് രണ്ട് മുന്നണികളും ഒരു പരിധിവരെ BJPയും ഇവിടെ ശ്രമിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂരിൽ ആരെ തുണയ്ക്കും, ആരെ തള്ളുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. രഞ്ജിത്ത്, ഈ കോൺഗ്രസിന്റെ മറുപടി നമ്മൾ മുമ്പ് കേട്ട് കഴിഞ്ഞു. അതായത് CPMന്റെ വാദം, CPM പിന്തുണയ്ക്കുന്നവരെല്ലാം പരിശുദ്ധർ എന്ന നിലപാടിലേക്ക് CPM വരികയാണ്. ആ വാദം എങ്ങനെ അംഗീകരിക്കുമെന്ന മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നേരിടുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്തിനോട് ഈ എം.വി. ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിനും
മറുപടിയുണ്ട്. ആരെയും സ്വീകരിക്കുമെന്ന നിലപാടും അതിൽ എം.വി. ഗോവിന്ദൻ്റെ നിലപാടിനെയും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് UDF-ന്റെ കൂടുതൽ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ സാധ്യതയില്ലേ? പ്രത്യേകിച്ച് RSSനെയും സ്വീകരിക്കുമെന്ന് പരോക്ഷമായെങ്കിലും അദ്ദേഹം പറയുമ്പോൾ, ഒരുപക്ഷെ നേരിട്ടല്ല, അദ്ദേഹം ഒരു തമാശ രൂപേണ ഒരുപക്ഷെ ഉദ്ദേശിച്ചതാവാം. പക്ഷേ ആ പറയുന്നതിന് പിന്നിൽ എന്ത് നിലപാട് മുമ്പെടുത്തവരായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവരുമായി ഞങ്ങൾ കൂട്ടുചേരും എന്നൊരു സന്ദേശമല്ലേ? അത് അങ്ങേയറ്റം വിമർശിക്കപ്പെടാൻ സാധ്യതയല്ലേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF അടക്കം ഇത് ഏറ്റെടുക്കുമ്പോൾ? സൈത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നേരത്തെ എടുത്ത നിലപാടുകളല്ല പ്രശ്നം. നമുക്കറിയാം, പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ ഈ നേരത്തെ ഉണ്ടാകുന്ന നിലപാടുകൾ അത് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, നേരത്തെ PDP-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന LDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വലിയ വിമർശനം വർഗീയത പ്രചരിപ്പിക്കുന്നു. അബ്ദുൽ നാസർ മദനിയുടെയൊക്കെ പ്രസംഗം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വലിയ തോതിലുള്ള വിഷലിപ്തമായ കാര്യങ്ങൾ പ്രവഹിപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും കൃത്യമായി തന്നെ വർഗീയത പറഞ്ഞു വെച്ചിരുന്ന ഒരാൾ, അയാളുടെ പാർട്ടി, അയാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു പാർട്ടി, ഒരുപക്ഷെ അബ്ദുൽ നാസർ മദനി ജയിലിൽ പോയതിനു ശേഷം ആ പാർട്ടിക്കുണ്ടായ പരിവർത്തനങ്ങൾ, അവർക്കുണ്ടായ നിലപാട് മാറ്റങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് CPM വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് പഴയ നയമുള്ള, പഴയ നിലപാടുള്ള, പഴയ രാഷ്ട്രീയമുള്ള പാർട്ടിയല്ല PDP എന്ന് പറയുമ്പോൾ അവരുടെ പിന്തുണ അവർ LDF-ന് നൽകുമ്പോൾ അത് സർവാത്മന സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുന്നിടത്താണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ ചർച്ച ഉയർന്നു വരേണ്ടത്. നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ നേരത്തെയുള്ള നിലപാട് എന്താണോ അത് മാറ്റി അഗ്നിശുദ്ധീകരണം നടത്തി വന്നാൽ, ഇപ്പോൾ RSSന്റെ മതരാഷ്ട്രവാദം, അതുമായി ബന്ധപ്പെട്ട് വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ RSS ആയാലും അത്തരത്തിൽ നിലപാട് മാറ്റി വന്നാൽ LDF-ന്റെ ഭാഗമാക്കുമോ? അവർ അങ്ങേരെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ വിദൂര സാധ്യതയും വിദൂര പ്രതീക്ഷയും വിദൂര സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും പലർക്കും. അത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിച്ചാലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ അവരെയും സ്വീകരിക്കുമോ എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. വേണമെങ്കിൽ സതീശനും ഞങ്ങളുടെ ഭാഗമാകാം, പക്ഷേ അപ്പോൾ VD സതീശനും നിലപാടും നയവും മാറ്റി വരണം എന്നുള്ള കാര്യം കൂടി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ തമാശ രൂപയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പതിവ് ഗൗരവം വിടാതെ പറയുന്ന സാഹചര്യം അതുകൂടി ചേർത്ത് വെക്കണം. അങ്ങനെ എല്ലാ തലത്തിലും നിലപാടും നയവും മാറ്റി വരുന്ന ഏതാളുകളെയും അവരുടെ പൂർവ്വകാലം ചെയ്യാതെ, അവരുടെ പൂർവ്വകാല ചരിത്രങ്ങൾ പരിശോധിക്കാതെ, അവരെന്ത് നയം പൂർവ്വകാലം സ്വീകരിച്ചോ അതൊന്നും കണക്കിലെടുക്കാതെ സ്വീകരിക്കും എന്ന് പറയുന്ന നയം അത് LDF-ന് എപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇക്കാര്യം പറയുന്നത് എന്ന് ഓർക്കണം. CPI-ക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടാകും. അങ്ങനെ നയങ്ങൾ മാറ്റി വന്നാൽ നിങ്ങൾ ഏത് മുന്നണിയും സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഏത് പാർട്ടിയും സ്വീകരിക്കുമോ മുന്നണിയിലേക്ക് എന്ന ചോദ്യം CPI ഉയർത്തിയാൽ അതിനും ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി പറയേണ്ടി വരും. നമുക്കറിയാം, എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല ഈ LDF-ന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം CPM എന്ന അതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റ് ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം എന്നുള്ളത് അറിയാനും കൗതുകമുണ്ട്. ഇതിപ്പോൾ ബിനോയ് വിശ്വമൊക്കെ ഇവിടെ നിലമ്പൂരിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഒരു പക്ഷേ അല്പസമയത്തിനും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ LDF-ന്റെ പൊതു നിലപാടാണോ അതോ CPM-ന്റെ നിലപാടാണോ, അത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ മാത്രം PDP പിന്തുണച്ചതുകൊണ്ട് മാത്രം എടുക്കേണ്ടി വന്ന ഒരു നിലപാടാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ തൊട്ടുകൂടാൻ വയ്യാത്തവരാണെന്നും PDP ഞങ്ങൾക്കിപ്പോൾ പ്രിയപ്പെട്ടവരാണ് എന്നും പറയുന്നതിലുള്ള പ്രശ്നം ഇതിനോട് ചേർത്ത് വെക്കണം സജിത്ത്. അതുതന്നെയാണ് ഓരോ ദിവസവും നമുക്കറിയാം, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങൾ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ പുതിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നത്തെ ജമാഅത്ത്, നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരു സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ പുറകോട്ട് പോയ പശ്ചാത്തലമുണ്ട്, UDF-ന് പിന്തുണ നൽകുന്നില്ലെന്ന്. അതൊക്കെയായിട്ട് ചേർത്ത് വെക്കുമ്പോൾ LDF ചില കാര്യങ്ങൾ നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നു, ചില വോട്ട് ബാങ്കുകൾ അവർക്ക് തേടുന്നു. നമുക്കറിയാം ലീഗ് വളരെ കരുത്തരായ ഒരു മണ്ഡലമാണ്. ഒപ്പം ഈ വെൽഫെയർ പാർട്ടിയുടെ 4000-5000 വോട്ടാണെങ്കിൽ പോലും അവരുടെ പിന്തുണ കൂടി വരുമ്പോൾ അത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ അല്ലെങ്കിൽ അതിനെ മാറ്റി കവച്ചു വെക്കാനാണ് ഈ PDP അടക്കമുള്ള കക്ഷികളുടെ, ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരുടെ പിന്തുണ LDF സ്വീകരിക്കുക. അത്തരത്തിൽ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ് സജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലമ്പൂർ പോരിന്റെ ചൂടും ചൂരും വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ വാക്കുകൾ. കാരണം മുൻ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് ഈ നിലമ്പൂരിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിൽ നിലമ്പൂർ പോര് അത്ര കണ്ട് രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യം. എന്തായാലും ഈ CPM-ന്റെ ഈ നീക്കത്തെ കോൺഗ്രസ് തുറന്ന് എതിർക്കുകയാണ്. അല്പസമയം മുമ്പാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം.
പ്രസിഡന്റ് ഒരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് ആര് നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം. അത് സതീശനായാലും ജമാഅത്തെ ഇസ്ലാമി എം വി ഗോവിന്ദൻ പറഞ്ഞാണ്. ഗോവിന്ദ മാഷ് അവിടെ തന്നെ ഇതില്ല ക്യാമറ. ഗോവിന്ദ മാഷ് ആദ്യം AK ശശീന്ദ്രൻ്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ. AK ശശീന്ദ്രൻ്റെ നിലപാട് ഗോവിന്ദ മാഷ് ഉണ്ടോ എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ. ഇതാണ് സണ്ണി ജോസഫിൻ്റെ നിലപാട്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഒരു പക്ഷേ ഈ എം വി ഗോവിന്ദൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവന നിലമ്പൂർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടും. വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങളാണ്. അത് തിരിച്ചറിവുണ്ടായിട്ട് കൂടിയും ആരെയും നിലപാട് മാറ്റി വന്നാൽ സ്വീകരിക്കുമെന്ന പ്രസ്താവനയിലേക്ക് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പോകുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂർ പോരിൻ്റെ ഒരു രാഷ്ട്രീയ പോരോ അതല്ലെങ്കിൽ അത് ഇഞ്ചോടിഞ്ച് നീങ്ങുന്നു എന്നുകൂടിയല്ലേ? അങ്ങനെ ഒരു നിലപാട് CPM-ന് പൊതുവിലുണ്ടോ? കാരണം എങ്ങനെയും ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം ചില വിട്ടുവീഴ്ചകളാവാം എന്ന സാഹചര്യം CPM സ്വീകരിച്ചു കഴിഞ്ഞതാണോ?